നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ബേസ് ക്ലാസിഫിക്കേഷൻ മെത്തേഡ്സ് ആയിരുന്നു. അതിനകത്ത് ബേസ് തിയറം എന്താന്നുള്ള കാര്യം പഠിച്ചു. ഇനി അതിന്റെ വേരിയേഷൻ ആയിട്ട് വരുന്ന നെയ്വ് ബേസിയൻ ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിനകത്ത് 5 സ്റ്റെപ്പുകളാണ് അതിന്റെ വർക്കിംഗ് ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പിനകത്തും എന്താന്നുള്ള കാര്യം പഠിക്കാം. ബേസ് തിയറം എന്താന്നുള്ള കാര്യം നമ്മൾ പഠിച്ചായിരുന്നു. എന്താണ്? ടി എന്ന് പറയുന്ന ഒരു ടപ്പിള് സി എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ വരാനുള്ള പ്രോബബിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മോഡൽ അല്ലെങ്കിൽ ഒരു തിയറമാണ് ബേസ് തിയറം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ തന്നെ വേരിയേഷൻ ആയ നെയ്വ് ബേസിയൻ ക്ലാസിഫിക്കേഷനകത്ത് നമ്മൾ പ്രോബബിലിറ്റിയുടെ ബേസിലാണ് ഒരു ടപ്പിള് ഒരു ക്ലാസ്സിനകത്ത് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. നമ്മളിവിടെ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു ടപ്പിള് ഒരു സി എന്ന് പറയുന്ന ക്ലാസ്സിൽ വരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പിനകത്ത് തന്നിരിക്കുന്നത് ഡി എന്ന് പറയുന്ന നമ്മുടെ ട്രെയിനിങ് സെറ്റ് ഓഫ് ടപ്പിൾസ്, അതായത് ക്ലാസ് ലേബിൾ അറിയാവുന്ന കുറേയധികം ടപ്പിൾസ് ആണ് ഡിക്കകത്ത് ഉള്ളത്. ഇനി അതിനകത്ത് n ആട്രിബ്യൂട്ട്സ് ആണുള്ളത്. ഇതിനകത്ത് കുറേയധികം ടപ്പിൾസ് ഉണ്ട്. ആ ഓരോ ടപ്പിളിനും n ആട്രിബ്യൂട്ട്സ് ആണുള്ളത്. ആ ആട്രിബ്യൂട്ട്സ് ആണ് A1 തൊട്ട് AN വരെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി ആ ആട്രിബ്യൂട്ടിന് വരുന്ന പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ആണ് നമ്മളിവിടെ ആട്രിബ്യൂട്ട് വെക്ടർ യൂസ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. x1 x2 തൊട്ട് xn വരെയുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂട്ടിന് വരുന്ന വാല്യൂസ് ആണ്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പം A1 എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് ഏജ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ x1 എന്ന് പറയുന്ന വാല്യൂ എന്തൊക്കെയാകാം? യൂത്ത് ആകാം, സീനിയർ ആകാം, മിഡിൽ ഏജ്ഡ് ആകാം. അങ്ങനെ ഓരോ ആട്രിബ്യൂട്ടിനും വരുന്ന വാല്യൂസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിനകത്ത് പറഞ്ഞിരിക്കുന്നത് ക്ലാസ്സിനെ പറ്റിയിട്ടാണ്. നമുക്ക് തന്നിരിക്കുന്ന ട്രെയിനിങ് സെറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമുക്ക് m ക്ലാസ്സുകളാണ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ഇനി m ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? C1 തൊട്ട് Cm വരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഓരോന്നും ഓരോരോ ക്ലാസ്സുകളാണ്. ഇനി നമ്മൾ നെയ്വ് ബേസിയൻ ക്ലാസിഫിക്കേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? x എന്ന് പറയുന്ന ഒരു ടപ്പിൾ എടുത്താൽ ആ ടപ്പിള് C1 എന്ന് പറയുന്ന ക്ലാസ്സിലാണോ, അല്ലെങ്കിൽ C2 എന്ന് പറയുന്ന ക്ലാസ്സിലാണോ, അല്ലെങ്കിൽ Cm എന്ന് പറയുന്ന ക്ലാസ്സിലാണോ, അല്ലെങ്കിൽ ഇതിനിടയ്ക്കുള്ള ഏതെങ്കിലും ക്ലാസ്സിലാണോ വരുന്നതെന്നുള്ള കാര്യം പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എക്സിന്റെ ബേസിലുള്ള പോസ്റ്റീരിയർ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. അപ്പൊ പോസ്റ്റീരിയർ പ്രോബബിലിറ്റിയുടെ ടേം ആണ് ഈ തന്നിരിക്കുന്നത്. അത് നമ്മുടെ ബേസ് തിയറത്തിനകത്ത് പഠിച്ചായിരുന്നു എന്താന്നുള്ള കാര്യം. എന്താണ് പോസ്റ്റീരിയർ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്ന് പറയുന്ന ടപ്പിൾസിന്റെ ഇൻഫർമേഷൻസ് അറിയാം. അങ്ങനെയാണെങ്കിൽ ആ എക്സ് എന്ന് പറയുന്ന ടപ്പിള് സി എന്ന് പറയുന്ന അല്ലെങ്കിൽ CI എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ വരാനുള്ള ചാൻസ് പ്രെഡിക്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ടേം എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മള് എക്സ് എന്ന് പറയുന്ന ഒരു ടപ്പിള് CI എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ വരണമെങ്കിൽ ആ CI എന്ന് പറയുന്ന ക്ലാസ്സിനായിരിക്കണം ഹൈയസ്റ്റ് പോസ്റ്റീരിയർ പ്രോബബിലിറ്റി ഉണ്ടായിരിക്കേണ്ടത്. ഏത് ക്ലാസ്സിനാണോ, അതായത് C1 തൊട്ട് Cm വരെയുള്ള ക്ലാസ്സുകളുണ്ട് ഈ ഡിക്കകത്ത്. ആ ഡിക്കകത്തെ ഏത് ക്ലാസ്സിനാണോ, തന്നിരിക്കുന്ന ഏത് ക്ലാസ്സിനാണോ ഏറ്റവും കൂടുതൽ ഹൈയസ്റ്റ്, അതായത് ഹൈയസ്റ്റ് പോസ്റ്റീരിയർ പ്രോബബിലിറ്റി ഉള്ളത്, ആ ക്ലാസ്സിലോട്ടായിരിക്കും നമ്മൾ പർട്ടിക്കുലർ ടൈമിൽ എടുക്കുന്ന എക്സ് എന്ന് പറയുന്ന ടപ്പിള് പോകുന്നത്. അതാണ് ഈ തന്നിരിക്കുന്നതിന്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ. ഇനി ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ബേസ് തിയറം ആണ് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്ന ഒരു ടപ്പിള് CI എന്ന് പറയുന്ന ക്ലാസ്സിൽ വരാനുള്ള ചാൻസ് കണ്ടുപിടിക്കുന്നു. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ 3 ടേമുകളാണ് യൂസ് ചെയ്യുന്നത്. അത് ഒന്നാമത്തെ ടേം എന്ന് പറഞ്ഞാലോ P of x conditioned on CI, അതായത് CI എന്ന് പറയുന്ന ക്ലാസ് നമുക്ക് നേരത്തെ അറിയാം, പക്ഷെ എക്സിന്റെ ആട്രിബ്യൂട്ട്സിന്റെ വാല്യൂസ് നമുക്ക് അറിയത്തില്ല. അപ്പൊ ഈ CI എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് എക്സ് എന്ന് പറയുന്ന ടപ്പിൾസിനകത്ത് വരുന്ന ആട്രിബ്യൂട്ടിന്റെ ഏതൊക്കെ കോമ്പിനേഷൻസ് ആണ് വരുന്നത് എന്നുള്ള കാര്യം പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി P of CI എന്ന് പറഞ്ഞാലോ CI എന്ന് പറയുന്ന ക്ലാസിന്റെ ഒരു പ്രോബബിലിറ്റി ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ P of x എന്ന് പറഞ്ഞാലോ x എന്ന് പറയുന്ന ടപ്പിളിന്റെ പ്രോബബിലിറ്റി ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് ഇത് ഓരോന്നും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നാണ് ബാക്കി വരുന്ന സ്റ്റെപ്പുകളിലേക്ക് പറയുന്നത്. അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മുടെ ഇക്വേഷനകത്തെ അടുത്ത ഒരു ടേം ആണ് കണ്ടുപിടിക്കുന്നത്. P of x എന്ന് പറയുന്ന ടേം ആണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് P of x is constant for all classes, അതായത് C1 തൊട്ട്
CM വരെ എത്ര ക്ലാസ്സുകൾ ഉണ്ടോ അത്രയും ക്ലാസ്സുകൾക്കും P of x എന്ന് പറയുന്നതിന്റെ വാല്യൂ സെയിം ആയിരിക്കും. കാരണം എന്താ, x എന്ന് പറയുന്ന ഒരു ടപ്പിൾ എടുത്താൽ ആ ടപ്പിളിനകത്ത് പല ആട്രിബ്യൂട്ടുകളുടെ കോമ്പിനേഷൻസ് വരാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഏജ് ഈക്വൽ ടു യൂത്തും ഇൻകം ഈക്വൽ ടു ഹൈയും ആണ് ഞാൻ എടുത്തിരിക്കുന്ന ടപ്പിൾ എന്ന് വിചാരിക്കുക. അതിനകത്ത് വരുന്ന ആട്രിബ്യൂട്ട്സ് ആണ് ഏജും ഇൻകം. ആ ഏജും ഇൻകത്തിനും രണ്ട് വാല്യൂസ് പോസിബിൾ ആയിട്ട് ഏതൊക്കെ ക്ലാസ് എടുത്താലും ആ ക്ലാസ്സിനകത്ത് എല്ലാം അതിന്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, സെയിം തന്നെയാണെന്നാണ് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് P of CI എന്ന് പറയുന്നത് ക്ലാസിന്റെ പ്രോബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് ക്ലാസിന്റെ ഒന്നിന്റെയും പ്രോബിലിറ്റി അറിയത്തില്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മുടെ D എന്ന് പറയുന്ന സെറ്റിനകത്തെ എല്ലാ ക്ലാസ്സുകൾക്കും സെയിം പ്രോബിലിറ്റി ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. ഇനി അതല്ല, നമുക്ക് ക്ലാസിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. P of CI ഈക്വൽ ടു mod CI, D ഡിവൈഡ് ബൈ mod D. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. എന്താണ് ഇത്? CI, D എന്ന് പറഞ്ഞാൽ എന്താണ്? CI എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് വരുന്ന ടപ്പിൾസിന്റെ എണ്ണമാണ് ഈ മോഡിനകത്ത് തന്നിരിക്കുന്നത്. അതുപോലെ mod D എന്ന് പറഞ്ഞാലോ, mod D എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? അതായത് D എന്ന് പറയുന്ന ട്രെയിനിങ് സെറ്റിനകത്ത് വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് ടപ്പിൾസ് ആണ് mod D ക്കകത്ത് വരുന്നത്. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ CI എന്ന് പറയുന്ന ഒരു ക്ലാസിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള അടുത്ത ടേം എന്ന് പറഞ്ഞാൽ അതായത് ഇതാണ് പ്രോബബിലിറ്റി ഓഫ് എക്സ് കണ്ടീഷൻഡ് ഓൺ CI. അതായത് CI എന്ന് പറയുന്ന ക്ലാസ് നമുക്കറിയാം, അതിനകത്ത് എക്സിനകത്ത് ടപ്പിളിന് ഏതൊക്കെ ആട്രിബ്യൂട്ട്സിന് ഏതൊക്കെ വാല്യൂസ് ആണ് വരുന്നുള്ള കോമ്പിനേഷൻ നമുക്ക് അറിയത്തില്ല. അപ്പൊ അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതാണ് നാലാമത്തെ സ്റ്റെപ്പിനകത്ത് തന്നിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ D എന്ന് പറഞ്ഞൊരു ട്രെയിനിങ് ഡേറ്റ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് ആട്രിബ്യൂട്ട്സും വരാം, ആ ആട്രിബ്യൂട്ട്സിനൊക്കെ ഒരുപാട് വാല്യൂസും വരാം. അപ്പം ഓരോന്നും നമ്മൾ ചെക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്, അതൊക്കെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ C1 എന്ന് പറഞ്ഞ ക്ലാസ് എടുത്തു, ആ C1 എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് ഏത് ആട്രിബ്യൂട്ടും അതിന്റെ ഏത് വാല്യൂ ആണ് വരുന്നത് എന്നുള്ള കാര്യം ചെക്ക് ചെയ്തു. അതുപോലെ C1 എന്ന് പറഞ്ഞ ക്ലാസ് വീണ്ടും എടുത്തു, അടുത്ത ആട്രിബ്യൂട്ട് എടുത്തു, അതിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണ് അത് ചെക്ക് ചെയ്തു. CIക്കകത്ത് വരുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം. അതുപോലെ തന്നെ C1 എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് അടുത്ത ആട്രിബ്യൂട്ടിന്റെ വാല്യൂസ് എടുത്തു, ആ ആട്രിബ്യൂട്ട്സിന്റെ എല്ലാ പോസിബിൾ ആയിട്ടുള്ള വാല്യൂസും CI എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് വരുന്നുണ്ടോ ഇല്ലയോ, അങ്ങനെ എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ടോ അത്രയും എണ്ണം ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനാണ് നമ്മൾ ഇവിടെ ഒരു അസംഷൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നെയ്വിനകത്ത് യൂസ് ചെയ്യുന്ന അസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആട്രിബ്യൂട്ടിന്റെ ഒരു വാല്യൂ ആ ആട്രിബ്യൂട്ടിന്റെ തന്നെ മറ്റൊരു വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആ ഒരു അസംഷനിലാണ് നമ്മൾ ഈ ഒരു കാര്യം കണ്ടുപിടിക്കുന്നത്. ഇനി ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. P of x conditioned on CI equal to pi k equal to 1 n വരെ P of xk conditioned on CI. ഇവിടെ xk എന്ന് പറയുന്നത് ak എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ആണ് xk എന്ന് പറയുന്നത്. CI എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് ഏതാണോ അത്. ഇനി ഇവിടെ രണ്ട് കോമ്പിനേഷൻസ് വരാം, അല്ലെങ്കിൽ രണ്ട് പോസിബിൾ ആയിട്ടുള്ള കേസുകൾ വരാം. നമ്മൾ എടുക്കുന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ഒന്നെങ്കിൽ കാറ്റഗറിക്കൽ ആകാം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആകാം. കാറ്റഗറിക്കൽ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് വാല്യൂസ് ആകാം അല്ലെങ്കിൽ കണ്ടിന്യൂസ് വാല്യൂസ് ആകാം. ഇനി ഡിസ്ക്രീറ്റ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആട്രിബ്യൂട്ടിന് പല വാല്യൂസ് കാണും. അപ്പൊ അങ്ങനെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇനി അങ്ങനെ അല്ലെങ്കിലോ, അങ്ങനെയല്ല, നമ്മൾ എടുക്കുന്ന ആട്രിബ്യൂട്ടിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള വാല്യൂ ആണ്. കണ്ടിന്യൂസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എടുക്കുന്ന ആട്രിബ്യൂട്ടിന്റെ വാല്യൂ ഒരു റേഞ്ച് ആണ് സ്പെസിഫൈ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഇപ്പൊ ഏജ് എടുത്താൽ 30-നും 40-നും ഇടയ്ക്ക് അല്ലെങ്കിൽ 50-നും 60-നും ഇടയ്ക്ക്, അങ്ങനെ ഒരു റേഞ്ച് ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ആ ക്ലാസ്സിനകത്ത് ആ ആട്രിബ്യൂട്ട് കോമ്പിനേഷൻ വരുമോ ഇല്ല എന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ഗോസിയൻ ഡിസ്ട്രിബ്യൂഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ മ്യൂ എന്ന് പറയുന്നത് മീനായിട്ടും സിഗ്മ എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗോസിയൻ ഡിസ്ട്രിബ്യൂഷനകത്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ടിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതിനുള്ള ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാല് നമ്മൾ എടുക്കുന്ന ടപ്പിൾ ഏതാണോ അതാണ് എക്സ് എന്ന് പറയുന്നത്. ഇനി മ്യൂ എന്ന് പറഞ്ഞാലോ മീനാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സിഗ്മ എന്ന് പറഞ്ഞാല് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആന്ന് പറഞ്ഞു. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഏജ് എന്ന് പറയുന്ന എക്സ് എന്ന് പറയുന്ന ഒരു ടപ്പിളിനകത്ത് വരുന്ന ഒരു ആട്രിബ്യൂട്ട് ആണ് ഏജ് എന്ന് വിചാരിക്കുക.
ആ ഏജിന്റെ വാല്യൂ കണ്ടിന്യൂസ് ആയിട്ടുള്ള വാല്യൂ ആണെന്ന് വിചാരിക്കുക. ഏജ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വാല്യൂ ആണെന്ന് വിചാരിക്കുക. ഇപ്പൊ 30 തൊട്ട് അല്ലെങ്കിൽ 12 തൊട്ട് 30 വരെയുള്ള വാല്യൂ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ മിനിമം ആയിട്ട് വരുന്ന ലിമിറ്റ് ഉണ്ടല്ലോ, മിനിമം ആയിട്ട് വരുന്ന ലിമിറ്റിനെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. അതായത് 12നെയാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ മാക്സിമം വരുന്ന റേഞ്ച് ഉണ്ടല്ലോ, ആ മാക്സിമം റേഞ്ച് ആണ് മ്യൂ അല്ലെങ്കിൽ മീൻ ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. ഇനി എക്സ് എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും? നമ്മൾ എടുക്കുന്ന ടപ്പിളിനകത്ത് നമുക്ക് കിട്ടുന്ന ഏജിന്റെ വാല്യൂ എന്താണോ അതായിരിക്കും എക്സിന്റെ വാല്യൂ. എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുത്ത എക്സ് എന്ന് പറയുന്ന ടപ്പിളിനകത്തെ ഏജിന്റെ വാല്യൂ ഒരു 18 ആണെന്ന് വിചാരിക്കുക. 18 എന്ന് പറഞ്ഞാൽ 12നും 30നും ഇടയ്ക്കുള്ള വാല്യൂ ആണ്. അപ്പൊ ആ 18 എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ വരും. മ്യൂവിന്റെ അവിടെ ഏത് വാല്യൂ വരും? മാക്സിമം ലിമിറ്റ് ആയി 30 വരും. സിഗ്മയുടെ അവിടെ ഏത് വാല്യൂ വരും? മിനിമം ലിമിറ്റ് ആയ 12 വരും. അപ്പൊ ഇതെല്ലാം കൂടെ അപ്ലൈ ചെയ്തിട്ടായിരിക്കും ആ ഒരു ആട്രിബ്യൂട്ടിന്റെ ആ ഒരു വാല്യൂ വരുന്നത് നമ്മുടെ CI എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് എന്ത്? എക്സ് എന്ന് പറയുന്ന ടപ്പിള് ഏത് ക്ലാസ്സിനകത്താണ് വരുന്നത് എന്നുള്ള കാര്യം പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിനകത്ത് പറഞ്ഞായിരുന്നു പി ഓഫ് എക്സ്, അതായത് എക്സിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് സെയിം ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മുടെ ബേസ് തിയറത്തിനകത്ത് പി ഓഫ് എക്സ് കണ്ടീഷൻഡ് ഓൺ CI ഇൻറ്റു പി ഓഫ് CI ഡിവൈഡഡ് ബൈ പി ഓഫ് എക്സ് ആണ്. അപ്പൊ പി ഓഫ് എക്സ് എല്ലാത്തിനും സെയിം ആയതുകൊണ്ട് നമ്മൾ അത് കൺസിഡർ ചെയ്യുന്നില്ല. പകരം എന്ത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ? ഈ രണ്ട് ടേമുകളുടെ പ്രൊഡക്റ്റ് മാക്സിമം ആക്കാനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഈ രണ്ട് പ്രൊഡക്റ്റുകളുടെ ടേം മാക്സിമം ആണെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ കണ്ടുപിടിക്കുന്ന പോസ്റ്റീരിയർ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഹൈ ആണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇത്രയും വെച്ച് നമ്മൾ കണ്ടുപിടിച്ചപ്പം ഏത് ക്ലാസ്സിനാണോ പോസ്റ്റീരിയർ പ്രോബബിലിറ്റി ഹൈ ആയിട്ട് വരുന്നത് ആ ക്ലാസ്സിലായിരിക്കും എക്സ് എന്ന് പറയുന്ന നമ്മുടെ ടപ്പിള് ബിലോങ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ CI എന്ന് പറയുന്ന ക്ലാസ്സിനാണ് പോസ്റ്റീരിയർ പ്രോബബിലിറ്റി കൂടുതലായിട്ട് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ എക്സ് എന്ന് പറയുന്ന ടപ്പിള് ഏത് ക്ലാസ്സിലായിരിക്കും? CI എന്ന് പറയുന്ന ക്ലാസ്സിലാണെന്നാണ് നമ്മൾ ഈ നെയ്വ് ബേസിയൻ ക്ലാസിഫയർ യൂസ് ചെയ്തിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു പോയിന്റ് പറഞ്ഞിരിക്കുന്നത് നെയ്വ് ബേസിയൻ ക്ലാസിഫയറിന് മിനിമം എറർ റേറ്റ് ആണെന്നുള്ള കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പോയിന്റും കൂടെ ഓർത്ത് വെക്കുക.